വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ 22 ശരീരഭാഗങ്ങളാണ് ഇന്ന് ഹാരിസണിന്റെ ഭൂമിയിൽ സംസ്കരിച്ചത്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. തെരച്ചിൽ നാളെയും തുടരും. പുത്തുമലയിൽ നിന്ന് സരീഷ് പി.കെ. തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നത്തെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിരിക്കുകയാണ്. 22 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്കാര ചടങ്ങ് നടന്ന ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ അതേ ഭൂമിയിൽ തന്നെയാണ് ഇന്നും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 22 ശരീരഭാഗങ്ങൾ ഒരേ സമയം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ആ ശരീരഭാഗങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു. അതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരേ സമയം കൊണ്ടുവന്നതിന് ശേഷം ഈ വേദിയിൽ പന്തലിലേക്ക് മാറ്റുന്നു. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗമായി ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. അതിനുശേഷം സർവമത പ്രാർത്ഥന നടന്നു. അതിനുശേഷം ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായി 5 ഭാഗങ്ങൾ വീതം ഉള്ള ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയും അത് സംസ്കരിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ചുമതല പ്രകാരമുള്ള 5 ഭാഗങ്ങൾ, അതായത് 5 മൃതദേഹ ഭാഗങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നു. അത് കുഴിമാടത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ സംസ്കരിക്കുന്നു. അത്തരത്തിലുള്ള ചടങ്ങാണ് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഓരോ ശരീരഭാഗത്തിനും കൃത്യമായി നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ വരുന്ന ഭാഗം കുപ്പിയിൽ ഉൾപ്പെടെ, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ പേപ്പറിൽ എഴുതി ആ കുപ്പിയിൽ വയ്ക്കുന്നു. ആ കുപ്പി ഇതോടൊപ്പം തന്നെ മൃതദേഹത്തിനോടൊപ്പം തന്നെ ചേർത്ത് ഈ കുഴിയിൽ നിക്ഷേപിക്കുകയാണ്. അതിനുശേഷം മുകളിൽ ഈ കുഴി മൂടിയതിന് ശേഷം ശ്മശാനത്തിൽ തന്നെയുള്ള ഈ കല്ലിൽ അതേ നമ്പർ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം അതിന് മുകളിൽ കൃത്യമായി ആ നമ്പർ ഏതാണോ DNA നമ്പർ ഉള്ളത് ആ DNA നമ്പർ വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ സമീപത്തായി മറ്റൊരു കുപ്പിയിൽ സമാനമായി ഈ നമ്പർ എഴുതി നിക്ഷേപിക്കുന്നു. അതാണ് രീതിയായി അവലംബിച്ചത്. ആദ്യ ദിവസം 8 മൃതദേഹങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ച് സംസ്കരിച്ചത്. ഇന്നലെ 29 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമായിരുന്നു സംസ്കരിച്ചത്. ഇന്ന് അതിന് തൊട്ടു പിന്നാലെ 22 ശരീരഭാഗങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ ലഭിച്ച 2 ദിവസം മുൻപ് വരെ ലഭിച്ച മുഴുവൻ ശരീരഭാഗങ്ങളും ഇതോടെ സംസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ചില മൃതദേഹങ്ങളും ഒപ്പം തന്നെ ചില ശരീരഭാഗങ്ങളും കൂടി കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയായി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനാവുന്ന രീതിയിലാണോ ഉള്ളത് എന്ന് പരിശോധന പൂർത്തിയാക്കണം. അതിനുശേഷം ആളുകൾക്ക് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ DNA സാമ്പിളുകൾ ശേഖരിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും വീണ്ടും ഒരു തവണ കൂടി ആർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന് പരിശോധന നടത്തും. ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് വരികയാണെങ്കിൽ 3 ദിവസത്തിന് ശേഷം അതിൻ്റെ കൃത്യമായൊരു സമയമുണ്ട്. ആ സമയത്തിന് ശേഷം മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങളോ ഡീകമ്പോസ്ഡ് ആവുന്നു എന്ന തോന്നലുണ്ടായാൽ മാത്രമായിരിക്കും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ചേർന്ന ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. എന്തായാലും ഇതുവരെ, അതായത് 2 ദിവസം മുൻപ് വരെ ലഭിച്ച ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളുമാണ് സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കൃത്യം 4 മണിക്ക് തന്നെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവസാന ആളെ ലഭിക്കുന്നത് വരെ കൃത്യമായ പരിശോധന നടത്തും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഒരു പട്ടിക, കാണാതായവരുടെ ഒരു പട്ടിക, പ്രാഥമിക പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ നാട്ടുകാരുടെ കൂടി വിവരങ്ങൾ തേടിയ ശേഷം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇപ്പോൾ ഒരു പ്രാഥമികമായ പരിശോധന അല്ലെങ്കിൽ പട്ടിക മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടിയ ശേഷമായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ദ്രുതഗതിയിൽ ഈ പരിശോധന പൂർത്തിയാക്കണം. അത് മണ്ണും ഒപ്പം തന്നെ കല്ലും ഉൾപ്പെടെയുള്ളവ നീക്കിയുള്ള പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും മന്ത്രി ഉപസമിതിയുടെയും തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം.